ഈ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ ബോഡി ഗാർഡിനെ വിടുക. ചിരിക്കാനുള്ള ഹോർമോൺസ് നമുക്കുണ്ടെങ്കിൽ കരയാനുള്ള ഹോർമോൺസ് നമുക്ക് തന്നിട്ടുണ്ട്. ചിരിക്കത്തില്ലെങ്കിൽ അവൻ കരയത്തില്ല. അങ്ങനെയാണ് ഇത്. ജയൻ രവി നമ്മുടെ തമിഴിലെ നല്ല സ്റ്റാറാണ്. ജയൻ രവിയുടെ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായി. കാരണം ഇതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ മീഡിയക്കാരെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാം കുട്ടികളെ കുറിച്ചിട്ട്. കാരണം ഈ കുട്ടികൾ രാത്രി ഇവരെ വിളിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും ഇവരുടെ വൈഫ് ഉന്നയിക്കുന്ന കുട്ടികളെ നോക്കാറില്ല, ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല. അപ്പം ജയൻ രവി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ടൂർ പോയെന്ന്. ഇത്ര സങ്കടത്തോടെ ഒരാൾ വന്ന് പറയുന്നു പറഞ്ഞ കാരണം എല്ലാവരും അത്ര പുള്ളിക്കാരൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഈ കരയുന്നതിനെ കുറിച്ച് ഇത്ര ആൾക്കാരെയൊക്കെ വിളിച്ചത് അദ്ദേഹം സഹിക്കുന്നതിന് ഒരു പരമാവധി അദ്ദേഹം സഹിച്ചെന്നുള്ള. ഞാൻ വേറെ ഇൻസിഡന്റ് പറയാം, എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഒരു സിനിമ പാക്കപ്പ് ആയപ്പം അന്ന് പാക്കപ്പ് പാർട്ടി വെച്ചത് ജയൻ രവിയാണ്. അപ്പൊ ജയൻ രവിയുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വൈഫിന്റെ പേരിലും പിന്നെ ഇദ്ദേഹത്തിന്റെ പേരിലുമാണ്. ആ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുത്തെന്നും പറഞ്ഞ് എന്തൊക്കെ ഇഷ്യൂസ് ആണെന്ന് അറിയാവോ അന്ന് നടന്ന ഇഷ്യൂസിന്റെ പുറകെ. പിന്നെ നമ്മൾ അറിഞ്ഞ ഇഷ്യൂസ്, അറിയാത്ത എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത്, നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ കുറച്ച് അതായത് മീഡിയക്കകത്ത് വരാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, സ്വന്തം കുട്ടികളെ കാണാൻ സമ്മതിക്കത്തില്ല, അവർ നോക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഈ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ ബോഡി ഗാർഡിനെ വിടുക, എന്നിട്ട് അടുപ്പിക്കുന്നില്ല. ഇത്ര ദ്രോഹമാണ് ഈ മനുഷ്യനോട് ചെയ്യുന്നത്. വെയ്യെങ്കിൽ ഡിവോഴ്സ് മേടിച്ച് പോകണം. ഇപ്പം ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അവർക്ക് വേണ്ടത് ഇവരുടെ പൈസയാണ്. ജയൻ രവി എന്നുള്ള വ്യക്തിയുടെ സ്വത്തുക്കളാണ് വേണ്ടത്, സ്വത്തിനെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവന് ഇത്രയും സഹിച്ചിട്ട് ഈ വീഡിയോക്കകത്ത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ പറയാ, വെയ്യാങ്കിൽ ഡിവോഴ്സ് ചെയ്യണം. ഞാൻ അനുഭവിക്കുന്നില്ല പൈസ. എന്തിനാണത്? ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ ജീവിതം നശിപ്പിക്കുമല്ലേ. ഇനി എന്തൊക്കെ വിഷയങ്ങളാണ് മുന്നോട്ട് വരുന്നത്? ഇനിയിപ്പോ ഇപ്പം ജയൻ രവി പിന്നെ കുട്ടികളെ കുറിച്ച് പറയില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ റെക്കോർഡ് കാര്യങ്ങൾ, ഇനി എന്തൊക്കെ വിഷയങ്ങൾ പുറയിലോട്ട് വരുമെന്ന് കണ്ടറിയാം. അപ്പം കമന്റ് അടിക്കും, സിനിമ ഇൻഡസ്ട്രി അതിന്റെ പേര് മാത്രം ഞാനിത് പറയുന്നത് കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഒരു ഫീൽഡിൽ ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് പിന്നെ ഒരു സങ്കടം തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഇനി എനിക്ക് ഇപ്പൊ അവരവരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരും. അതല്ല, ഇങ്ങനെയുള്ള സംഭവം കൂടി സിനിമ ഇൻഡസ്ട്രി നടക്കുന്നുണ്ട്. ഈ സിനിമ ഇൻഡസ്ട്രിയുള്ള വലിയ ഹീറോ, ഒരു ഇടിക്ക് 17 പേര് തെറിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, അതൊക്കെ സിനിമാറ്റിക്കാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. കരയുന്ന കണ്ടുകൊണ്ട് പല ആൾക്കാരും കമന്റ് തമിഴിൽ ഇടുന്ന ഞാൻ കണ്ടു. അതായത് ഇങ്ങനെ കരയുമെന്ന്. അത് വലിയ സങ്കടമാണ് കേട്ടോ. ചിരിക്കാനുള്ള ഹോർമോൺസ് നമുക്കുണ്ടെങ്കിൽ കരയാനുള്ള ഹോർമോൺസ് നമുക്ക് തന്നിട്ടുണ്ട്. ചിരിക്കത്തില്ലെങ്കിൽ അവൻ കരയത്തില്ല. അങ്ങനെയാണ് ഇത്. അല്ലാതെ അവന് കരയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമാണ്. അപ്പൊ ഇതിനകത്ത് കളിയാക്കി കമന്റ് വിടുന്നവരൊക്കെ ഉണ്ട്, ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ മലയാളത്തിനകത്ത് ഇതുവരെ കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, തമിഴിനകത്താണ് കൂടുതൽ. കാര്യം വേറെ ഒന്നുമല്ല, അത് കണ്ടപ്പോൾ സങ്കടം എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു.